ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സഫീന. അപ്പോൾ JLD അറബിക്കില് PSC അറബിക്കില് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോഡേൺ അറബിക് ലിറ്റററി മൂവ്മെന്റ്സിനെ പറ്റിയാണ്, അഥവാ അസ്റുൽ ഹദീസിലെ പുതിയ സാഹിത്യ സംഘടനകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 സംഘടനകളെ പറ്റി നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ സംഘടനയിലേക്ക് പോകാം. ഏതാണ്? അറാബിത്തത്തുൽ കലമിയ. റാബിത്തത്തുൽ കലമിയ, ഹർക്കത്തു ദീവാനും ഹർക്കത്തു അപ്പോളവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാബിത്തത്തുൽ കലമിയയെ പറ്റിയാണ്. അതിനു മുൻപ് റാബിത്തത്തുൽ കലമിയ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു സാഹിത്യ വിഭാഗമുണ്ട്, അദബുൽ മിഹ്ജർ അഥവാ മിഹ്ജരി സാഹിത്യകാരന്മാരെ പറ്റി നമുക്കൊന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവരുടെ സംഭാവനയാണ് റാബിത്തത്തുൽ കലമിയയും ഉസ്ബത്തുൽ ഉന്ദുലൂസിയയും. അപ്പോൾ നമുക്ക് നോക്കാം, അദബുൽ മിഹ്ജർ അഥവാ മിഹ്ജരി സാഹിത്യം എന്താണ് എന്ന് നോക്കാം. അദബുൽ മിഹ്ജർ ഹുവൽ അദബുൽ അറബി, അതൊരു അറബി സാഹിത്യം തന്നെയാണ്. ലിൽ ഉദബ അല്ലദീന നസഹു ഇലാ ബിലാദി അംരീക അൽ-ഷിമാലിയ വൽ ജുനൂബിയ. എങ്ങനെയുള്ള സാഹിത്യകാരന്മാരുടേതായിരുന്നു? അല്ലദീന നസഹു. അപ്പോൾ അദബുൽ മിഹ്ജർ എന്താണ് എന്ന് നോക്കാം. അദബുൽ മിഹ്ജർ ഹുവൽ അദബുൽ അറബി ലിൽ ഉദബ അല്ലദീന നസഹു ഇലാ ബിലാദി അംരീക അൽ-ഷിമാലിയ വൽ ജുനൂബിയ. ആരുടേതാണ് അദബുൽ മിഹ്ജർ എന്ന് പറയുന്നത്? ഒരു അറബി സാഹിത്യം തന്നെയാണ്. ലിൽ ഉദബ സാഹിത്യകാരന്മാരുടെ, അല്ലദീന നസഹു എങ്ങനെയുള്ള സാഹിത്യകാരന്മാരാണ്? അവര് എമിഗ്രേറ്റ്സ് ആണ്, അഥവാ പലായനം ചെയ്തവരാണ്. ഇലാ ബിലാദി അംരീക അൽ-ഷിമാലിയ വൽ ജുനൂബിയ, നോർത്തേൺ അമേരിക്കയിലേക്കും സദേൺ അമേരിക്കയിലേക്കും പലായനം ചെയ്യേണ്ടി വന്നവർ, അഥവാ അറബ് നാട്ടിലായിരിക്കാം അവര് ജനിച്ചിട്ടുള്ളത്, അറബ് കൺട്രീസ് ആയിരിക്കും അവരുടെ സ്വദേശം വരുന്നത്. പല കാരണങ്ങൾ കൊണ്ട്, എന്തെങ്കിലും ജോലി ആവശ്യമായിട്ടോ അഥവാ യുദ്ധം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അറബ് സ്വദേശം വെടിഞ്ഞ് അമേരിക്കയിലേക്ക് പലായനം ചെയ്തവർക്കാണ് ഉദബാഉൽ മിഹ്ജർ അഥവാ അവരുടെ സംഭാവനയാണ് അദബുൽ മിഹ്ജർ, മിഹ്ജർ സാഹിത്യം. മിൻ അബ്നായിൽ ബിലാദിൽ അറബിയ, അവര് അറബികൾ തന്നെയാണ്. വലാസീമ മിൻ ലബനാൻ വ സൂരിയ, പ്രത്യേകിച്ച് അറബ് കൺട്രീസ് ആയ ലെബനോൺ, സിറിയ പോലെയുള്ള സ്ഥലത്ത് നിന്നും അമേരിക്കയിലേക്ക് പോകുമ്പോൾ തന്നെ അവര് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരെ നോർത്തേൺ അമേരിക്കയിലേക്ക് പോയവരും ഉണ്ട്, സദേൺ അമേരിക്കയിലേക്ക് പോയവരും ഉണ്ട്. മുന്തു അവാഹിരി കർണി താസിഅശറ, 19ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ മിഹ്ജരി സാഹിത്യകാരന്മാരെ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫിയത്തുൽ മിഹ്ജർ അഷിമാലി അഥവാ നോർത്തേൺ മിഹ്ജർ, പിന്നെയോ അയൽ വിലായത്തിൽ അമേരിക്ക. ഈ നോർത്തേൺ മിഹ്ജർ അഥവാ നോർത്തേൺ അമേരിക്കയിലേക്ക് പോയവരെയാണ് ഈ നോർത്തേൺ മിഹ്ജരി സാഹിത്യകാരന്മാർ എന്ന് പറയുന്നത്, പ്രധാനമായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. പിന്നെ വരുന്നത് വഫിയത്തുൽ മിഹ്ജർ അൽ ജുനൂബി അഥവാ സദേൺ അമേരിക്കയിലേക്ക്, അംരീക അൽ ജുനൂബിയ. അതിൽ തന്നെ പ്രത്യേകമായി അൽ ഹുസൂസി അൽ ബ്രസീൽ വൽ അർജന്റീന വ വെനസ്വേല, ഇത്രയും കൺട്രീസിലേക്ക് പോയവരാണ് സദേൺ അമേരിക്കയിൽ അഥവാ മിഹ്ജർ അൽ ജുനൂബി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനിയോ ഇഷ്തഹറത് ജംഇയ്യത്തു റാബിത്തത്തുൽ കലമിയ, റാബിത്തത്തുൽ കലമിയ എന്ന സംഘടന പ്രശസ്തമായി എവിടെ? ഫിൽ മിഹ്ജർ അഷിമാലി, നോർത്തേൺ മിഹ്ജർ അഥവാ നോർത്ത് അമേരിക്കയിൽ ഫേമസ് ആയത് റാബിത്തത്തുൽ കലമിയ എന്ന സംഘടനയാണ്. വജംഇയ്യത്തുൽ ഉസ്ബത്തുൽ ഉന്ദുലൂസിയ. ഇനിയോ റാബിത്തത്തുൽ കലമിയ മാത്രമല്ല ഇവരുടെ സംഭാവന, ഉസ്ബത്തുൽ ഉന്ദുലൂസിയ എന്ന പേരിൽ ഒരു സംഘടന കൂടിയുണ്ട്. അതെവിടെയുള്ളതായിരുന്നു? ഫിൽ മിഹ്ജർ അൽ ജുനൂബി, സദേൺ മിഹ്ജർ അഥവാ സദേൺ അമേരിക്കയിലേക്ക്. ഈ ബ്രസീൽ, അർജന്റീന പോലെയുള്ള കൺട്രീസിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അവരൊക്കെയാണ് ഉസ്ബത്തുൽ ഉന്ദുലൂസിയയുടെ ആളുകൾ. ഉസ്ബത്തുൽ ഉന്ദുലൂസിയെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റാബിത്തത്തുൽ കലമിയെ പറ്റിയാണ് പഠിക്കുന്നത്. ഇർബാൽ എന്ന ഗ്രന്ഥത്തെ കണക്കാക്കുന്നു. എങ്ങനെയുള്ള ഗ്രന്ഥമാണ്? നെഖുദി ആയിട്ടുള്ള നിരൂപക ഗ്രന്ഥം. ആരുടെ? മിഖായിൽ നായിമയുടെ
ഖിർബാൽ എന്ന ഗ്രന്ഥത്തെ കണക്കാക്കുന്നു എന്തായിട്ട്? അൽ അസാസുൽ ഫിൽസഫി ലിഹർകത്തി തജ്ദീദ് ഫിൽ മിഹ്ജർ. ഈ മിഹ്ജരീങ്ങൾക്കിടയിൽ ഒരു നവീകരണ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിന് ആരുടെ പുസ്തകം? മീഖായിൽ നഈമയുടെ ഖിർബാൽ എന്ന പുസ്തകത്തെ കണക്കാക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സംഘടനയിലേക്ക് വരാം. എന്താണ്? ജംഇയ്യത്തു റാബിതത്തുൽ കലമിയ ഫിൽ മിഹ്ജർ അൽ ഷിമാലി അഥവാ നോർത്തേൺ മിഹ്ജറിലാണ് റാബിതത്തുൽ കലമിയ സ്ഥാപിക്കുന്നത്. റാബിതത്തുൽ കലമിയ ഹിയ ജംഇയ്യത്തുൽ അദബിയ അൽ അറബിയ ഫിൽ മിഹ്ജർ അൽ ഷിമാലി. നോർത്തേൺ മിഹ്ജറിൽ സ്ഥാപിക്കുന്ന ഒരു സാഹിത്യ സംഘടനയാണ് റാബിതത്തുൽ കലമിയ. ولدت رابطة بدافعة الغيرة على الأدب العربي في 20 من أبريل عام 1920 ന്യൂയോർക്ക് ഫി വിലായത്തുൽ മുത്തഹിദ അൽ അമേരിക്ക. ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ജനനം ഒരു അസൂയയുടെ ഫലമായിട്ടൊക്കെ അല്ലെങ്കിൽ അറബ് സാഹിത്യത്തിന്റെ ഒരു ജലസി റിസൾട്ട് ഒക്കെ ആയിട്ടാണ് വരുന്നത്. എപ്പോഴാണത് സ്ഥാപിക്കുന്നത്? 1920. ഇത് മറന്നു പോകരുത്. 1920 തന്നെയാണ് 1920 റാബിതത്തുൽ കലമിയയുടെ ഇയർ. അത് മിക്കപ്പോഴും പല പരീക്ഷകളിലും ചോദിക്കാറുള്ള ചോദ്യമാണ്. റാബിതത്തുൽ കലമിയ സ്ഥാപിച്ച വർഷം 1920. ഏപ്രിൽ 20 എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ഫി വിലായത്തുൽ മുത്തഹിദ അൽ അമേരിക്ക, USA ന്യൂയോർക്കിലാണ്. ഏപ്രിൽ 20 1920 ഇത് സ്ഥാപിക്കപ്പെടുന്നത്. കാന ജിബ്രാൻ ഖലീൽ ജിബ്രാൻ റഈസു റാബിത. ആരായിരുന്നു നേതൃത്വം കൊടുത്തത്? ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന സ്ഥാപിക്കപ്പെടുന്നത്. വയുആനഹു. ഇനി ഇദ്ദേഹം ഒറ്റയ്ക്കല്ലായിരുന്നു, ഇദ്ദേഹത്തെ സഹായിച്ചിരുന്നത് ഫി ഇദാറത്തിഹ ഇതിന്റെ ഭരണത്തില് മീഖായിൽ നഈമ. മീഖായിൽ നഈമ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുസ്തശാറൻ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ റോള്? അദ്ദേഹം അഡ്വൈസർ ആയിരുന്നു. റാബിതത്തുൽ കലമിയയുടെ റിയാസത്ത് നേതൃത്വം ജിബ്രാൻ ഖലീൽ ജിബ്രാനും അതിന്റെ അഡ്വൈസർ ആയിട്ട് മുസ്തശാറായിട്ട് വർക്ക് ചെയ്തത് മീഖായിൽ നഈമയുമാണ്. വില്യം കാറ്റ്സ്ഫ്ലീസ് ഹാസിനൻ. വില്യം കാറ്റ്സ്ഫ്ലീസ് എന്ന് പറഞ്ഞ ആളായിരുന്നു അതിന്റെ ഹാസിൻ മാന ട്രഷറർ. വയഅമിലു തഹ്ത ലിവാഇഹ സബഅത ഉമ്മാൽ. ഇനി ഈ ഒരു റാബിതത്തുൽ കലമിയ എന്ന ബാനറിന്റെ അണ്ടറിൽ എത്ര വർക്കേഴ്സ് ഉണ്ടായിരുന്നു? 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നു അവര്? ഈലിയ അബു മാലി, നസീബ് അരീല, അബ്ദുൽ മസീഹ് അൽ ഹദ്ദാദ്, റഷീദ് അയ്യൂബ്, വനദ്ര ഹദ്ദാദ്, വദിയ ബാഹൂദ്, ഇല്യാസ് അതാഉല്ല എന്നിങ്ങനെ 7 പേരാണ് റാബിതത്തുൽ കലമിയയുടെ അണ്ടറിൽ വന്നിട്ടുള്ളത്. ലം യുനല്ലിമു ഇല റാബിതത്തുൽ കലമിയ ഇല്ലാ ഉസ്ബതൻ സ്വഗീറ മിനൽ ഉദബാ. ഒരുപാട് മെമ്പേഴ്സ് ഒക്കെ ഉള്ള വലിയൊരു സംഘടന ഒന്നും അല്ലായിരുന്നു റാബിതത്തുൽ കലമിയ. വളരെ കുറച്ച് സാഹിത്യകാരന്മാർ മാത്രം പങ്കെടുത്തിട്ടുള്ള ഒരു ചെറിയ സംഘടനയായിരുന്നു റാബിതത്തുൽ കലമിയ. കാന അഗ്ലാഉ റാബിത യൻശിറൂന ഇൻതാജഹും ഫി ജരീദത്തി സായിഹ്. ഇതിലെ മെമ്പേഴ്സ് അവരുടെ സാഹിത്യ സൃഷ്ടികളൊക്കെ അവരുടെ രചനകളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നത് സായിഹ് എന്ന പേരുള്ള പത്രത്തിലായിരുന്നു. വഫി ആമി 1921 1921 ഇവരൊരു കളക്ഷൻ ഇറക്കുന്നുണ്ട്. റാബിതത്തുൽ കലമിയ തഹ്മിലു അദദൻ വാഫിറ മിനൽ ഖസായിദി വൽ മഖാലാത്തി. എന്താണ്? ഇവരുടെ കവിതകളും എസ്സേസും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു കളക്ഷൻസ് ഇവര് 1921 പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ ഒരു റാബിതത്തുൽ കലമിയയിലെ സാഹിത്യകാരന്മാരെ പറ്റി പറയുകയാണെങ്കിൽ അവര് അങ്ങേയറ്റം കഴിവുള്ള സാഹിത്യകാരന്മാരായിരുന്നു. ഇവരുടെ കവിതകളും ഗദ്യങ്ങളും ഒക്കെ തന്നെ എങ്ങനെയുള്ളതായിരുന്നു? റായിഅൻ വളരെ സുന്ദരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ സാഹിറൻ വണ്ടർഫുൾ ആയിട്ടുള്ളതും ആയിരുന്നു. ഫകാന അദബു ജിബ്രാൻ വഅബി മാലി വനഈമ വനസീബ് അരീല യതമയ്യസു ബിനുസ്അതിഹി അൽ ഫൽസഫിയ വറൂഹിയ വൽ ഇജ്തിമാഇയ. ഇനിയോ ഇതിലെ മെമ്പേഴ്സ് ആയ ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെയും ഈലിയ അബി മാലിയുടെയും മീഖായിൽ നഈമ പോലെയുള്ള നസീബ് അരീല ഇവരുടെയൊക്കെ സാഹിത്യം എങ്ങനെയാണ് സ്പെഷ്യലൈസ് ചെയ്തത്? അവരുടെ ആ ഒരു ഫിലോസഫിക്കലി ആയിട്ടുള്ള സ്പിരിച്വലി ആയിട്ടുള്ള സോഷ്യലി ആയിട്ടുള്ള ചിന്താ രീതികൾ കൊണ്ട് ഇവരുടെയൊക്കെ ഒരു എഴുത്ത് രീതി സ്പെഷ്യലൈസ് ചെയ്യുമായിരുന്നു.
ظلت الرابطة القلمية حية بأعلائها العشرة നഹു 11 സന മിൻ 1920 ഇല 1931. ഏകദേശം ഈ ഒരു റാബിത്തത്തുൽ കലമിയ ഏകദേശം ഒരു 10 വർഷത്തോളം 10 മെമ്പേഴ്സിനെയും കൊണ്ട് ഏകദേശം ഒരു 11 വർഷത്തോളം ജീവനോടെ തന്നെ ഈ സംഘടന മുന്നോട്ട് പോയി. ഏത് വരെ? 1920 മുതൽ 1931 വരെ. സുമ്മ ബദ തൽമഹിലു ബിവഫാത്ത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. എന്നാൽ ഖലീൽ ജിബ്രാന്റെ മരണശേഷം പയ്യെ പയ്യെ ഈ ഒരു സംഘടന ക്ഷയിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു റാബിത്തത്തുൽ കലമിയെ പറ്റി നമുക്ക് പ്രധാനമായും ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇത് സ്ഥാപിച്ച വർഷം, എവിടെയാണ് സ്ഥാപിച്ചത്, ഏത് സ്ഥലത്താണ് സ്ഥാപിച്ചത്, ആരൊക്കെയാണ് ഇത് സ്ഥാപിക്കുന്നതിൽ നേതൃസ്ഥാനം വഹിച്ചത്, ആദ്യത്തെ ആ ഒരു ഇയറിൽ ആരൊക്കെയായിരുന്നു മെയിൻ ഹെഡായിട്ട് ഇരുന്നവര് എന്നൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ ഒരു പത്രത്തിന്റെ പേര് പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കുക. മെമ്പേഴ്സിന്റെ പേര് മാറിപ്പോവണ്ട, കാരണം നിങ്ങൾക്ക് പരീക്ഷയിൽ ഓഡ് വണ്ണിനൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ഈ മെമ്പേഴ്സിന്റെ നെയിംസ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ റാബിത്തത്തുൽ കലമിയയിലെ മെമ്പേഴ്സിനെയും ഉസ്ബത്തുൽ ഉന്ദുലുസിയയിലെ മെമ്പേഴ്സിനെയും ഒക്കെ മിക്സ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് മെമ്പേഴ്സിനെയൊക്കെ പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് റാബിത്തത്തുൽ കലമിയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും JLT അറബിക് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോടാണ്, അധികം ദിവസമൊന്നുമില്ല നമുക്ക് മുൻപിൽ. അപ്പോൾ എത്രയും വേഗം CCയുടെ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനും ടൈം ടേബിളോടും കൂടിയും പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങൾക്ക് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യാനും ഉയർന്ന റാങ്കിലേക്ക് എത്താനും അത് സഹായിക്കും. പിന്നെ അറബി മാത്രമായിരിക്കില്ല, നമുക്ക് GKയുടെ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.